പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിലേക്കും സ്നേഹമുള്ളവരെ, നാളെ മുതൽ നമ്മുടെ ആരാധനക്രമത്തിലെ ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വലിയ ദൈവത്തിലേക്ക് നാളെ മുതൽ നമ്മൾ പ്രവേശിക്കുന്നു. മലങ്കര സഭയുടെ ആരാധനക്രമം അനുസരിച്ച്, അന്ത്യോക്യ പാരമ്പര്യം അനുസരിച്ച് 6 നൊയമ്പുകളാണ് നമുക്കുള്ളത്. ഇതിൽ 3 നൊയമ്പുകൾ കാനൂനികമായി കടമുള്ള നൊയമ്പുകളും 3 നൊയമ്പുകളെ ഭക്തിപൂർവ്വം ആചരിക്കാൻ സഭ ആവശ്യപ്പെടുന്നതുമാണ്. കാനൂനികമായി നിർബന്ധമായിട്ട് കടം ഉള്ള തിരുനാൾ നൊയമ്പുകൾ 25 നൊയമ്പ് കർത്താവിന്റെ ജന്മത്തിനൊരുക്കമായിട്ടുള്ളത്, 3 നൊയമ്പ് നിരുവാനിവാസികളുടെ ഉപവാസത്തെയും പ്രായശ്ചിത്തത്തെയും ഓർമ്മിച്ചുകൊണ്ടുള്ളത്, വലിയ നൊയമ്പ് അഥവാ 50 നൊയമ്പ് കർത്താവ് യേശുവിന്റെ പീഡാനുഭവങ്ങൾക്ക് ഒരുക്കമായിട്ടുള്ള നൊയമ്പുകൾ. ഇത് 3 കാനൂനികമായിട്ട് ആചരിക്കാൻ കടമുള്ള നൊയമ്പുകളാണ്. ഇനി അടുത്ത 3 നൊയമ്പുകളെ കാനൂനികമായി കടമില്ലെങ്കിലും നമ്മൾ ആചരിക്കുന്നത് അനുഗ്രഹപ്രദമാണ് എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതിലൊന്ന് 15 നൊയമ്പ്. പരിശുദ്ധാത്മാവിന്റെ സ്വർഗാരോപണത്തിന് ഒരുക്കമായിട്ടുള്ള 15 ദിവസം ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ആചരിക്കുന്ന നൊയമ്പ്. 8 നൊയമ്പ് പരിശുദ്ധാത്മാവിന്റെ ജന്മദിന ഒരുക്കമായിട്ട് സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആചരിക്കുന്ന നൊയമ്പ്. ശ്ലീഹ നൊയമ്പ് 13 നൊയമ്പ് ജൂൺ മാസം 16 മുതൽ 29 വരെ ആചരിക്കുന്ന നൊയമ്പ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ 12 ശിഷ്യന്മാരും ഈ 12 പേരോടൊപ്പം അല്ലെ അവരെക്കാൾ ഉപരിയായി കർത്താവിന്റെ വേല ചെയ്ത സുവിശേഷം അറിയിച്ച വിശുദ്ധ പൗലോസിനെ കൂടെ ചേർത്ത് 13 പേരെ ഓർത്തുകൊണ്ടുള്ള 13 നൊയമ്പ്. ഇതാണ് മലങ്കര സഭയുടെ 6 നൊയമ്പുകൾ. ഈ നൊയമ്പുകളിലെ നമ്മൾ വലിയ നൊയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 40 ദിവസം നൊയമ്പ് നോക്കുന്നു. ഈ 40 ദിവസം നമ്മുടെ കർത്താവായ യേശു മരുഭൂമിയിൽ 40 ദിവസം അനുഷ്ഠിച്ച നോമ്പിനെ ഓർത്തുകൊണ്ടാണ് ഈ 40 നൊയമ്പ്. 40ാം വെള്ളിയാഴ്ചയോടുകൂടി നൊയമ്പ് തീരുകയാണ്. എന്നാൽ 40ാം വെള്ളിയാഴ്ച മുതൽ ഉയർപ്പ് വരെയുള്ള 10 ദിവസങ്ങളെ കർത്താവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള 10 ദിവസങ്ങൾ. അങ്ങനെ 40ഉം 10ഉം 50 ദിവസത്തെ നൊയമ്പ്. വിശുദ്ധ ബൈബിളിലെ 40ന് വലിയ പ്രാധാന്യമാണുള്ളത്. നോഹയുടെ കാലത്ത് 40 ദിവസം മഴ പെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. മോശ 40 ദിവസം നോറ്റതായിട്ട് വായിക്കുന്നു. ഏലിയ പ്രവാചകൻ 40 ദിവസം നോറ്റതായിട്ട് വായിക്കുന്നു. മരുഭൂമിയിലൂടെ 40 വർഷം ഇസ്രായേൽ ജനം നടന്നതായിട്ട് വായിക്കുന്നു. ഇങ്ങനെ 40ന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ 40ന്റെ പ്രാധാന്യം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു പൂർണ്ണസംഖ്യയാണ്. നമ്മുടെ കർത്താവ് യഹൂദ പാരമ്പര്യത്തെ പിടിച്ചെന്നായിരിക്കാം 40 ദിവസം നൊയമ്പ് നോട്ടത്. ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട 2 പദങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഒന്ന് നോമ്പും, അടുത്തത് ഉപവാസവും. നോമ്പെന്ന വാക്ക് അൻപെന്ന് പറയുന്ന ഒരു സംസ്കൃത ധാതുവിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അൻപെന്ന് പറഞ്ഞാൽ മേഴ്സി, കരുണ. അപ്പൊ നോമ്പെന്ന് പറയുന്നത് കരുണയുടെ ദിവസങ്ങളായിരിക്കണം. കരുണയുടെ ദിവസങ്ങളാണ് നോമ്പ്. അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വാക്കാണ് ഉപവാസം. അതൊരു സംസ്കൃത വാക്കാണ്. ഉപ നിയർ ബൈ.
വാസം, വസിക്കുക, അടുത്ത് വസിക്കുക. അപ്പൊ ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല. ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഉപവാസം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുക. കരുണയുടെ ദിവസങ്ങളായിരിക്കണം, ദൈവത്തോട് അടുത്തിരിക്കുന്ന ദിവസങ്ങളായിരിക്കണം. ഈ നോയമ്പ് കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊയ്ത്തിന്റെ കാലഘട്ടമായിരിക്കണം. അന്ത്യോക്യൻ സഭയിലെ പിതാക്കന്മാർ പലരും പഠിപ്പിക്കുന്നത് നോയമ്പുകാലം കൊയ്ത്തിന്റെ കാലഘട്ടമാണ്. കൊയ്ത് അറപ്പുരകളിൽ ശേഖരിക്കുമ്പോൾ ക്ഷാമകാലത്ത് സമർത്ഥമായി ഭക്ഷിക്കാൻ സാധിക്കും. ആധ്യാത്മിക നന്മകൾ കൊയ്തെടുത്ത് നമ്മുടെ ഹൃദയമാകുന്ന അറപ്പുരകൾ സൂക്ഷിക്കുവാനും ക്ഷാമകാലത്ത് അത് സമർത്ഥമായിട്ട് കഴിക്കാനുമുള്ള സമയമായിട്ട് നോമ്പിന്റെ സമയം നമ്മൾ എടുക്കണം. ഈ നോമ്പുകാലം പ്രാർത്ഥനയുടെ ദിവസമായിരിക്കണം, കരുണയുടെ ദിവസമായിരിക്കണം, ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന ദിവസമാകണം, സംസാരം കുറച്ചു വെക്കുന്ന ദിവസമാകണം. മാംസം വർദ്ധിച്ചുകൊണ്ടായില്ല കേട്ടോ, മീൻ വർദ്ധിച്ചുകൊണ്ടായില്ല, പ്രാർത്ഥിച്ചുകൊണ്ടായില്ല. നമുക്ക് ചില കാര്യങ്ങളിൽ വർധന വേണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിന്റെ 10ൽ 1% കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകും, കുറച്ചുകൂടെ ഭംഗിയായിട്ട് പോകും എന്നറിയുക. നോയമ്പ് കാലത്ത് സംസാരം കുറയ്ക്കാനായിട്ട് പരിശ്രമിക്കുക. നോയമ്പ് കാലത്ത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുക. അതുപോലുള്ള ചില വർജനകളെ ഈ നോയമ്പ് കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. നോമ്പുകാലം അടുത്ത സമയം ഞാൻ ഒരു ആത്മീക ലേഖനത്തിൽ വായിക്കുക. നോമ്പുകാലം ഒരു പൂമ്പാറ്റയുടെ പ്യൂപ്പ സ്റ്റേജ് ആയിരിക്കണം. ഈ പ്യൂപ്പ അതിന്റെ കവറിന്റെ അകത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. ഈ ആധ്യാത്മിക ചിന്തകൻ അതിനകത്ത് എഴുതി വെച്ചേക്കാണ്. ഈ കാലഘട്ടമൊക്കെയും ഇപ്പോഴും അതിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുക, സങ്കല്പമാണ്, ധ്യാനിക്കുക, ഈശ്വരനോട് അടുത്ത് ജീവിക്കുക. ആരുമായിട്ടും സമ്പർക്കമില്ല, ആർക്കും ഈ പുഴുവിനോട് സമ്പർക്കം പുലർത്താൻ സാധിക്കുകയില്ല. അതിന്റെ പരിണിത ഫലം എന്താണ്? ആ കാലഘട്ടം തീരുമ്പോൾ അത് ചിറക് വിരിച്ച് ഒരു ബട്ടർഫ്ലൈയെ പോലെ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ഉയർന്നു. അപ്പൊ ഈ നോമ്പിന്റെ 40 ദിവസം എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്യൂപ്പ സ്റ്റേജ് ആയിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ കവർ ചെയ്ത് ആധ്യാത്മികതയുടെ കവറ്, പ്രാർത്ഥനയുടെ കവറ്, സംസാരം കുറയ്ക്കുന്നതിന്റെ കവറ് നമ്മള് ഒരു പ്യൂപ്പ സ്റ്റേജിൽ ഈ 40 ദിവസം കഴിച്ചു കൂട്ടണം. നമ്മൾ ഒതുങ്ങി വിനയപ്പെട്ട് എളിമപ്പെട്ട് ലോകത്തിൽ നിന്ന്, ലോക വ്യാപാരങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ 40 ദിവസം ജീവിക്കുക. 40 ദിവസം 50 ദിവസം കഴിയുമ്പോൾ കർത്താവിന്റെ ഉത്ഥാനത്തിന് ഈ പ്യൂപ്പയുടെ കവർ പൊട്ടിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം നമുക്കും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ 70 വർഷമായിട്ട് 80 വർഷമായിട്ട് 40 വർഷമായിട്ട് ആചരിച്ച നോമ്പ് പോലെ ഈ നോമ്പും കഴിയും, നമുക്കൊന്നും സംഭവിക്കില്ല. ആ ഒരു അനുഭവം, ദുരനുഭവം നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് വിളിക്കുന്ന പേര് കുത്തിനെ ഞായർ എന്നാണ്. കാനായി നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് വെള്ളം വീഞ്ഞാക്കിയ ദിവസം. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നു. പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ കാര്യങ്ങള് നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും പെട്ടെന്ന് മറക്കുന്നതാണ്. അച്ഛന്മാർ പറയുന്ന പ്രസംഗമൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മയിൽ അത് ഉണ്ടാകത്തില്ല എന്നുള്ള ഉറപ്പിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ അത്ഭുത പരമ്പരയുടെ ആരംഭം കുറിക്കുന്നത് കുടുംബത്തിലാണ്.
അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു. അത് തുടങ്ങുന്നത് കുടുംബത്തിലാണ്. വലിയൊരു സൂചനയാണത് നൽകുന്നത്. കാരണം അത്ഭുതങ്ങൾ നടക്കേണ്ടത് കുടുംബങ്ങളിലാണ്. അത്ഭുതങ്ങൾ നടക്കേണ്ടത് കുടുംബങ്ങളിലാണ്. മറ്റ് സ്ഥലങ്ങളിലല്ല അത്ഭുതം നടക്കേണ്ടത്. എന്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കണം. എന്താണ് കുടുംബത്തിലെ അത്ഭുതം? എന്താണ് കുടുംബത്തിലെ അത്ഭുതം? ചിലരൊന്ന് പറയിച്ചു, വലിയൊരു അത്ഭുതം നടന്നു. എന്താണ്? വിസായ്ക്ക് വേണ്ടി അപേക്ഷിച്ചു, കുറച്ചു നാളായിട്ട് കിട്ടാതിരുന്നു, ഒട്ടുപായിട്ട് പ്രാർത്ഥിച്ചു, ഇന്നലെ വിസ കിട്ടി. അത്ഭുതം. അച്ഛൻ വേറൊരു അത്ഭുതം നടന്നു. എന്താണോ? അങ്ങേപ്പുറത്തെ തങ്കമച്ചേട്ടത്തിയുടെ വസ്തു വിൽക്കുന്നു പറഞ്ഞു. ഞാൻ എത്ര പൈസ പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് അടുക്കുന്നില്ല. ഞാൻ 2 പേരെ പറഞ്ഞു. ഏതായാലും അവിടെ കെട്ടിച്ചെടുത്തുനിന്ന് ശ്രീധരത്തിനോട് വഴക്കുണ്ടാക്കി അവർക്ക് ജീവിക്കാൻ വയ്യായിരുന്നു. അവൾ ഒന്ന് 2 ലക്ഷം രൂപയൊക്കെ പറഞ്ഞു. 8 ആഴ്ചയായിട്ട് പാതിരത്തിയോടടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. എന്താ ഫലം? വിധവയായ തങ്കമച്ചേടത്തി 3 ലക്ഷം രൂപ കിട്ടുന്ന വസ്തു 2 ലക്ഷം രൂപ ഇട്ട് വഴിയാധാരമായി. അത്ഭുതം പറഞ്ഞു. അച്ഛൻ വേറൊരു അത്ഭുതം നടന്നു. എന്താണോ? മോനൊന്നും പഠിക്കത്തില്ലായിരുന്നു. 24 മണിക്കൂർ മൊബൈലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഒക്കെ ജയിച്ചു. അത്ഭുതമാണ്. എന്റെ തള്ള എല്ലാ പിള്ളേരും ജയിക്കും. 10ാം ക്ലാസ്സിൽ ആരും തോക്കത്തില്ല. പരീക്ഷ എഴുതാത്ത പോലും ജയിക്കും. ഇതല്ല പ്രിയപ്പെട്ടവരെ അത്ഭുതം. കുടുംബത്തിന്റെ അത്ഭുതം ഒന്നല്ല. 2 കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് 2 മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചു വളർന്ന് നിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ ചിന്തകളുള്ള നിങ്ങൾ 10 വർഷം ഹൃദയൈക്യത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കാണുന്നതാണ് ലോകത്തിലെ കുടുംബത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അത് 50 വർഷം ജീവിച്ചാൽ അത് മഹാത്ഭുതം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതം. ഇതാണ് കുടുംബങ്ങളിൽ നടക്കേണ്ട അത്ഭുതം. അതുകൊണ്ടാണ് കർത്താവ് കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചാണ് അത്ഭുതം പ്രവർത്തിച്ചു തുടങ്ങിയത്. 33 അത്ഭുതങ്ങളാണ് തന്റെ 31 വർഷം കൊണ്ട് ചെയ്തത്. അത് തുടങ്ങിയത് കുടുംബത്തിൽ. ബൈബിൾ തുടങ്ങുന്നത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഏദൻ തോട്ടത്തില് കുടുംബം സ്ഥാപിച്ചുകൊണ്ട്. സുവിശേഷം തുടങ്ങുന്നത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. മറിയത്തിന്റെ ജോസഫിന്റെയും കുടുംബത്തിന്റെ പശ്ചാത്തലത്തില്. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കാനായിലെ കല്യാണം. യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്നത് മറ്റൊരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആരുമില്ലാതായി മാറിയ പരിശുദ്ധ അമ്മയ്ക്ക് യോഹന്നാനെ മകനായി കൊടുത്ത്, യോഹന്നാനെ മറിയത്തെ അമ്മയായി കൊടുത്ത് പുതിയ കുടുംബം സ്ഥാപിച്ചു. ബൈബിൾ അവസാനിക്കുന്ന ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വേറൊരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തില് ഈ ലോകത്ത് ജീവിച്ച വിശുദ്ധരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ കുടുംബം സ്ഥാപിക്കുന്ന വെളിപാടിന്റെ അവസാനത്തെയായി. അപ്പൊ കുടുംബത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവര്, ഞാൻ ഈ പറയുന്നത് വളരെ നിങ്ങൾക്ക് അധികം പേർക്ക് അത്രയും തോന്നിട്ട് എനിക്ക് വളരെ ദുഃഖത്തോടു കൂടി ഞാൻ പറയുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. നരകത്തിലെ പിശാചികളെല്ലാം ഒരു മീറ്റിംഗ് കൂടി. നമ്മൾ മീറ്റിംഗ് കൂടുന്നുണ്ട്. ബേൽസെബൂലാണ് നമ്മുടെ രാജാവ്. അപ്പൊ രാജാവിനോട് പറഞ്ഞ് നീയൊക്കെ ഇങ്ങനെ തിന്ന് തടിയിൽ വെച്ച് 100 കിലോയും 150 കിലോ ആയിട്ട് നടന്നാൽ മതി. ഞാൻ ചുമ്മാ ശാപ്പാട് തരികയാണ്. ഇപ്പൊ നരകം ഇപ്പോഴത്തെ കാര്യം കുറച്ചുകൊണ്ട് പോകണം. ഇപ്പൊ നരകത്തിലോട്ട് റിക്രൂട്ട്മെന്റ് കുറവാണ്. എല്ലാവരും നല്ലതായിട്ട് ജീവിച്ച് സ്വർഗത്തിലോട്ട് പോകും. എനിക്ക് ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട് കാര്യം. ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം തകരും. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ കൂട്ടായിട്ട് പരിശ്രമിക്കണം. കൂടുതൽ ആൾക്കാരെ നരകത്തിലോട്ട് റിക്രൂട്ട് ചെയ്യാൻ കൊണ്ടുവരാനുള്ള പരിശ്രമിക്കണം. അതിനെന്താ മാർഗം ആലോചനയാണ്. അപ്പൊ ഒരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു, ഒരു കുട്ടി പിശാച് എഴുന്നേറ്റ് പറഞ്ഞു, ഞാനൊരു തന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണ്? ഞാൻ ചെന്ന് ഈ ഭൂമി പ്രസംഗിക്കാൻ പോകണം. ദൈവം ഇല്ല എന്ന് പ്രസംഗിക്കാൻ പോകണം. അപ്പൊ എല്ലാവരും വിശ്വസിക്കും, പാപം ചെയ്തോടെ എല്ലാവരും ചെന്നോളൂ. അപ്പൊ ബേൽസെബൂൽ പറഞ്ഞാൽ കണ്ട മനുഷ്യനെ ഭൂമിയെ സൃഷ്ടിച്ച അന്ന് തൊട്ടേ നിങ്ങളിങ്ങനെ പ്രസംഗിച്ചാൽ പക്ഷെ ഇങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. കുറച്ചുപേരൊക്കെ വിശ്വസിക്കും. അപ്പൊ മറ്റൊരുവർ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും. ഈ പള്ളിയിലൊക്കെ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ അല്ല കൺവെൻഷൻ പന്തലിലൊക്കെ അടുത്ത് എതിർന്ന് പറയും, മാനസാന്തരപ്പെടാൻ പറയുമ്പോൾ ഞാൻ ചെവി പറയും, നാളെ മാനസാന്തരപ്പെടാം, ഇന്നുകൂടി കിടക്കും പോട്ടെ.
വിശ്വാസം പറഞ്ഞു അതുകൊണ്ട് ശരിയാകത്തില്ല. അപ്പൊ നാളെ മാനസാന്തരപ്പെട്ട പിന്നെ പ്രശ്നമല്ല. മറ്റൊരുത്തൻ അങ്ങനെ പല അഭിപ്രായങ്ങൾ കഴിഞ്ഞ് എടുത്തും പറഞ്ഞു ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവമില്ലെന്ന് പറഞ്ഞാലോ മാനസാന്തരം വേണ്ടെന്ന് പറഞ്ഞാലൊന്നും അഭിപ്രായം കിട്ടത്തില്ല. അപ്പൊ ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ പിശാചിനെ നിറവേറ്റി ചോദിച്ചെന്താണ്? ഞാൻ നാളെ തൊട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ കുടുംബങ്ങളിലോട്ട് കയറാൻ പോകണം. കുടുംബം കലക്കാൻ പോകണം. വേൽസുവിൽ പറഞ്ഞു വെരി ഗുഡ് ഐഡിയ. ഇത് മാത്രമേ ഉള്ളൂ ഈ ലോകം നശിപ്പിക്കുവാന്, നരകത്തിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് വരാൻ ഇത് മാത്രമേ ഉള്ളൂ മാർഗം. കുടുംബം കലക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ കയറി കഴിഞ്ഞു. പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ കയറി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. പേര് നോക്കിയൊന്നും നമ്മളെ ചിന്തിക്കണ്ട. പേര് നോക്കിയിട്ട് ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കാണെന്ന് മുദ്ര കൂട്ടണ്ട കേട്ടോ. നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ട് കേട്ടോ അഫ്വാൻമാര്. ക്രൂരതയുടെ പര്യായങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നു. പെറ്റ തള്ളയും കൂടപ്പുറപ്പിനെയും പൂങ്കുല പോലെ തലക്കടിച്ച് കൊല്ലാനൊക്കെ 23 പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ കയറിയിരിക്കുന്നത്. ചെറിയ വാക്കുതർക്കത്തിന്റെ 10ാം ക്ലാസ്സുകാരുടെ തലയടിച്ച് പൊട്ടിക്കാനും ഇതൊക്കെ നമുക്ക് രാവിലെ മനോരമ വായിക്കുമ്പോൾ സമയം പോക്കാനുള്ള കഥകളല്ല കേട്ടോ. ഇത് നിന്റെയും എന്റെയും കുടുംബങ്ങളില് ഇന്ന് പിശാച് കയറിയിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ തകർന്നു കഴിഞ്ഞു. നമ്മുടെ കുടുംബങ്ങൾ തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. 14-കാരൻ 11-കാരിയെ ഗർഭിണിയാക്കുന്ന സംഭവം. കുടുംബങ്ങള് തകർന്നു കഴിഞ്ഞു. 7ാം ക്ലാസ്സുകാരൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റഡായി. വീട്ടിലെ അപ്പനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന രീതി അത് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, കത്തോലിക്കനാണ്, മലങ്കര കത്തോലിക്ക, നമ്മുടെ പള്ളിക്കാരനല്ല കേട്ടോ, എന്നോട് പറയാണ്, അപ്പനിപ്പം ഭയങ്കര നന്നായി. ഞാൻ ചെന്ന് പറ്റി ഇപ്പൊ ബീറ അടിക്കത്തുള്ളൂ. ഞാൻ നിന്നോടായി പറഞ്ഞു അപ്പൊ അത് വാങ്ങിച്ചു വെക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പം പിടിച്ചു വൈകിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇതൊന്നും തനിക്കൊന്നും പിടിക്കത്തില്ല. അപ്പനെ മാനസാന്തരം. ഞാൻ ചോദിച്ചു നീ ഒരുമിച്ച് പിന്നെ അപ്പം പറഞ്ഞിട്ടുണ്ടടാ നമുക്ക് ഒരുമിച്ച് പടം ചെയ്യാൻ. എല്ലാം നമുക്ക് ഒരുമിച്ച് പടം ചെയ്യാം. അമ്മ കൂടോ? അമ്മ എപ്പോഴില്ല വിശ്വാസമൊക്കെ ഉള്ളൂ. വിശ്വാസം ഈ തവള എന്ത് കൊടുക്കണം? കുറിച്ച് നിർത്തി അപ്പാന്മാരെ ഏൽപ്പിക്കണം. ഇവിടെ മോന്റെ കൂടെയും ഭർത്താവിന്റെ കൂടെയും മദ്യപിക്കുന്ന തള്ള മലകരയാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു ദമ്പതികൾ വന്നു. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം 40 ദിവസം ഒരുമിച്ച് ജീവിച്ചു. 2 പിരിഞ്ഞിരിക്കുകയാണ്. 2 മലകരക്കാരാണ്. 2 മലകരക്കാരാണ്. നമ്മുടെ പാരമ്പര്യം ജനിച്ച് വളർന്നത്. ഞാൻ 2 പേരോട് സംസാരിച്ചു. ഗൗരവമായ ഒരു കാരണമില്ല. 6 മാസം 40 ദിവസം ജീവിച്ചതാണ്. ഈ പെൺകുട്ടി പറഞ്ഞൊരു ആരോപണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ. വിവാഹ ജീവിതം തകർക്കാൻ കണ്ടുപിടിച്ചതാണ്. അവള് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ഇച്ചിരി ഇംഗ്ലീഷൊക്കെ അല്ല, ഗ്രാമൊന്നുമില്ലേ തന്നെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ആരോടും അറിയാം ഇംഗ്ലീഷ് അറിയത്തില്ല. എനിക്ക് നാണക്കേടാണ്. അവൻ ഇച്ചിരിയാണ്. ഇവൻ ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് നാണക്കേടാണ്. അതാണ് അവിടെ പ്രധാനപ്പെട്ട. ഞാൻ ചോദിച്ചു ഇങ്ങനെ പറയില്ല. എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവരും അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുമ്പോൾ ഇവൻ ഇംഗ്ലീഷ് പറയാം, ഒരു സെൻറ്റൻസ് പോലും ഇംഗ്ലീഷ് പറയാം. എനിക്ക് കൊണ്ട് നടക്കാൻ. ഞാൻ ചോദിച്ചൊരു മോളെ ഇംഗ്ലീഷ് പറയുന്നതാണോ നല്ല യൂറോപ്പിന്റെ മാനദണ്ഡം? ഇവനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോയിട്ട് ഞാൻ വേണ്ട പൈസ പോയി പഠിച്ച് 3 മാസം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോയി പഠിച്ചിട്ട് വന്നാല് നിങ്ങളുടെ കുടുംബം ശരിയാകുന്നു.
ഇംഗ്ലീഷ് അറിയാവുന്ന സായിപ്പുമാരെല്ലാം കുടുംബജീവിതം നല്ലതാണ്. ഞാൻ പറഞ്ഞു ഭാഷ പഠിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സംസാരിക്കാൻ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും പോലെ പുതിയൊരു ഭാഷ പഠിക്കണം. അത് സ്നേഹത്തിന്റെ ഭാഷ. അത് നിനക്കറിയാൻ വയ്യാതെ 50 വയസ്സുള്ള മലകരക്കാരൻ ഒരു വൈദികൻ ഷെയർ ചെയ്തതാണ്. 50 വയസ്സുള്ള മലകരക്കാരൻ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവന് വഞ്ചൂർ കുടുംബ കോടതിയിലെ ഭാര്യയ്ക്കെതിരായിട്ട് 75-കാരൻ 68-കാരനെതിരായിട്ട് വിവാഹം കേസ് കൊടുത്തിട്ട് അടുത്ത ആഴ്ച പള്ളിയിൽ കുടുംബസ്ഥാനത്ത് കുർബാന സ്വീകരിക്കുന്നു. അപ്പൊ 6 മാസമായാലും 75 വയസ്സായപ്പോൾ കുടുംബമായിരുന്നു. കുടുംബം തകർന്നു. പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ കൂടിയിട്ടുണ്ട്. ഇന്ന് ഇടവകയ്ക്കകത്തല്ല പിശാച്, ഇന്ന് കുടുംബങ്ങളിലാണ് പിശാച്. കുടുംബത്തെ കലക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിസ്സഹായരായിട്ട് നിൽക്കാനും പറ്റും. 2 കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കും. ഒന്നാമത് നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന നഷ്ടം. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാകണം. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാകണം. ഇനി അതിനും ഒരു പ്രശ്നമുണ്ട്. എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥനയുണ്ട്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പ്രാർത്ഥനയുണ്ട്. ചില പ്രാർത്ഥന ചില കൂടി പോകുന്നതേ ഉള്ളൂ. ചില വീടുകളിൽ പ്രാർത്ഥന കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ അച്ഛൻ ചില ഭർത്താക്കന്മാർ പറയും, ഓ അവിടെ ഒരു കുടിയിലെ പ്രാർത്ഥന, വീട്ടിൽ ഒരു കാര്യം നോക്കത്തില്ല, പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. അതിന്റെ കൂട്ടത്തില് അവിടെ ധ്യാനത്തിന് ഇവിടെ ധ്യാനത്തിന് ഞാനും പിള്ളേരും ഫ്രിഡ്ജിൻ്റെ അകത്ത് ഫ്രീസറിൻ്റെ അകത്ത് വെക്കുന്ന ആഹാരം അത്രയായിട്ടില്ല. അവിടെ പ്രാർത്ഥനയോടൊക്കെ പ്രാർത്ഥന കൂടുന്നതാണ് അതിനകത്ത് പ്രശ്നം. ചില പെണ്ണുങ്ങൾ പറയുമോ അങ്ങാണ്ട് കിടന്ന പ്രാർത്ഥന രാത്രി മുഴുവൻ ഉറങ്ങാനും പറ്റത്തില്ല. എന്നാൽ ചെറിയ പ്രാർത്ഥന നാട്ടുകാരെ കിട്ടത്തില്ല. ഈ മാതകൾ നല്ലവാദം കൊണ്ട് നാട്ടുകാരെ നോക്കുക. അപ്പൊ പ്രാർത്ഥിക്കാവുന്നതല്ല പ്രശ്നം. ഞാൻ കഥ കൊണ്ടുപോവുകയാണ്. ഒരു ഗ്രാമത്തില് വളരെ പ്രസിദ്ധനായ ഒരു സന്യാസി സ്വാമി രാവിലെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അഭിഗ്രഹിച്ചു. അവിടെ ഒരു കല്ലിന്റെ മുകളിൽ കിടന്ന് ധ്യാനവും പ്രാർത്ഥനയും നടത്തുകയാണ്. അപ്പൊ ആ ഗ്രാമത്തിലെ ഒരു അലക്കുകാരൻ തുണി അലക്കാനായിട്ട് വന്നു. അവൻ സ്ഥിരമായിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന കല്ലിലാണ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെ തുണി അലക്കി കൊടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശല്യപ്പെടുത്തണ്ടായെന്ന് വിചാരിച്ച് മാറുന്ന മണിക്കൂറുകൾ കഴിഞ്ഞു. ഇങ്ങനെ ഇന്ന് വളരെ പവിത്രയോടുകൂടി ഈ മനുഷ്യന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഈ സ്വാമിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സ്വാമി അല്പം ഒന്ന് മാറിയിരിക്കണേ, ഞാൻ തുണി ഒന്ന് അലക്കിക്കോട്ടെ. മനസ്സില്ലാ മനസ്സോടെ മുറുമുറുപ്പോടെ ഇങ്ങനെ മാറി അല്പം ദൂരെ മാറിയിരുന്നു. ഈ പാവപ്പെട്ട മനുഷ്യന് തുണി അലക്കാൻ തുടങ്ങിയപ്പോൾ അല്പം വെള്ളം ഈ സ്വാമിയുടെ ദേഹത്തിൽ എഴുന്നേറ്റ് നിന്ന് കുളിച്ചെത്തി 10 വിളിച്ചിട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഈ കഥ എഴുതിയ ആൾ ചോദിക്കുകയാണ്, ഞാനാണ് വിശുദ്ധൻ, ഈ സ്വാമിയാണോ ഈ അലക്കാരനാണോ? പ്രിയപ്പെട്ടവരെ, ആത്മീയത എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള നമ്മുടെ മനോഭാവമല്ല. അതല്ല ആത്മീയത. പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള എന്റെ നിങ്ങളുടെയും മനോഭാവമല്ല ആത്മീയത. ഈ കുർബാന ചെല്ലുമ്പോൾ ഞാനൊരു വിശുദ്ധനാണ്. ഈ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും വിശുദ്ധനാണ്. ഈ ലേഖനത്തിനകത്ത് ഈ കഥ എഴുതിയാണ് പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് മുമ്പും പ്രാർത്ഥനയ്ക്ക് ശേഷവുമുള്ള എന്റെ പ്രവൃത്തിയുടെ വിശുദ്ധിയാണ് ആത്മീയത. പ്രാർത്ഥനയ്ക്ക് മുമ്പും പ്രാർത്ഥനയ്ക്ക് ശേഷവുമുള്ള എന്റെ പ്രവൃത്തിയുടെ വിശുദ്ധിയാണ് ആത്മീയത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോഴുള്ള വിശുദ്ധിയല്ല. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എന്തോ ഒരു വിശുദ്ധനാണ്, എന്തോ ഒരു ആധ്യാത്മിക ചൈതന്യമാണ്. ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന വല്ല പ്രൊവിഷനും ഉണ്ടെങ്കിൽ എന്നെ നിങ്ങളൊക്കെ വിശുദ്ധരാണ്. പക്ഷെ അതിന് മുമ്പെന്താണ്, അതിനുശേഷം എന്താണ്? അതാണ് അദ്ദേഹം എഴുതിയത്. പ്രാർത്ഥനയ്ക്ക് മുമ്പും പ്രാർത്ഥനയ്ക്ക് ശേഷവുമുള്ള പ്രവൃത്തിയുടെ വിശുദ്ധിയാണ് ആത്മീയത. മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കണം. പ്രാർത്ഥനയ്ക്ക് മുമ്പും പ്രാർത്ഥനയ്ക്ക് ശേഷവുമുള്ള പ്രവൃത്തിയുടെ വിശുദ്ധി. നമ്മുടെ പള്ളിയിൽ അടി അടക്കുന്നത് കുർബാന കഴിഞ്ഞിട്ടല്ലേ പലയിടത്തും. എന്ത് വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചു വരാം. പള്ളിക്കകത്ത് കയറുന്നതിന് മുമ്പ് വെളിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം സംസാരങ്ങളാണ് നടത്തുന്നത്. വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. നിസ്സാരമായ കാര്യത്തിൽ
നമ്മുടെ ആധ്യാത്മികതയുടെയും പ്രാർത്ഥനയുടെയും മറ്റൊരു പ്രശ്നം കൂടെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ശ്രദ്ധിച്ചൊരു കാര്യം, സൈക്കോളജിയിൽ ഒരു രോഗമുണ്ട്, ബൈപോളാർ ഡിസീസ് എന്ന് പറയും, ഡിസോർഡർ എന്ന് പറയും, ബൈപോളാർ ഡിസോർഡർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുന്ന പോലെ ഒന്ന് ഇടുങ്ങിയേറ്റം അല്ലെ അങ്ങേയറ്റം, സ്ലിംഗിങ്. നമ്മുടെ ആത്മീയത അതാണ്, സ്ലിംഗിങ് ആണ്. ബൈപോളാർ, ഞാൻ തന്നെ ഒരു പേരും കേട്ടു, ബൈപോളാർ ഡിസോർഡർ എന്നാണ് സൈക്കോളജിസ്റ്റ് വിളിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന പേര് നിങ്ങളെ കണ്ടതിന് ശേഷം ബൈപോളാർ സ്പിരിച്വൽ ഡിസോർഡർ. ബൈപോളാർ സ്പിരിച്വൽ ഡിസോർഡർ. കുറച്ച് പേരുണ്ട് ആത്മീയത ചവിട്ടിയിട്ട് കയറാൻ പറ്റത്തില്ല. 24 മണിക്കൂർ പ്രാർത്ഥന, കമന്നുകെട്ട പ്രാർത്ഥന, ഇരുന്ന് പ്രാർത്ഥന, നിരങ്ങി പ്രാർത്ഥന, നിന്ന് പ്രാർത്ഥന, മുട്ടുപേർ നിന്ന് പ്രാർത്ഥന, നിരങ്ങി പ്രാർത്ഥന. ഇത് കുറച്ച് കാലം ഇങ്ങനെ നിൽക്കും. അതൊരു വിന്റർ സീസണാണ്. അത് കഴിയുമ്പോൾ എന്റെ ദൈവമേ, ഈ വിശുദ്ധ മഷിയിട്ട് നമുക്ക് കാണുന്നില്ല. അടുത്ത സിംഗം ഈ എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് പോവാണ്, ഒരു മധ്യമില്ല. പിന്നെ ഒരു 6-7 മാസത്തേക്ക് എന്താ പള്ളി വരാത്തത്? എന്റെ ചോദ്യത്തെ പറയാൻ അതുവഴിയൊക്കെ പന്നികളൊക്കെ പോകുന്നുണ്ട്. രാവിലെ ഞായറാഴ്ച 8:30 പന്നി ഇറങ്ങുന്നത്, അവരുടെ വീട്ടിൽ അടച്ചിട്ടിരിക്കുക. എന്താ പള്ളി വരാത്തത്? ഇംഗ്ലീഷിൽ പറഞ്ഞ ഫ്ലിൻസി ഗ്രൗണ്ട്. ഒരു ന്യായമില്ലാത്ത കാരണങ്ങളാൽ എനിക്ക് അങ്ങോട്ട് പോയി പള്ളി വരാൻ അങ്ങോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടാകണം. പ്രാർത്ഥനയിൽ സ്ഥിരത ഉണ്ടാകണം. നമ്മുടെ പലർക്കും ഇല്ലാത്തത് പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാണെന്ന് പറയണം. പണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇടതുകാലം വെച്ച് കയറിയാലും വലതുകാലം വെച്ച് കയറിയാലും മതി. വലതുകാലം വെച്ച് കയറിയാൽ ചോദിക്കുന്നതോടെ അവിടെ കുറുക്കാൻ വന്നിട്ടാണ് സിൽക്കലിലേക്ക്. ഇടതുകാലം വെച്ച് കയറിയാൽ പറയും എന്തുവാണെങ്കിലും നശിപ്പിച്ചിട്ട് ലോകത്തുള്ള സിൽക്കലിലേക്ക്. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ കിട്ടിയില്ലെങ്കിലും പിന്നെ തിരികെ പള്ളി വരുന്നത്. മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു കിട്ടിയാൽ ഈ കിട്ടിയത് ഒരു സ്ഥലമുണ്ട്, ഇതിന്റെ കാണാൻ. കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തതിന്റെ വണക്കത്തിന് സ്ഥലമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുള്ള കുടുംബങ്ങളാകണം, സ്ഥിരതയുള്ള പ്രാർത്ഥനയുള്ള കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ തീരണം. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വേണ്ടത് കരുതലാണ്. പരസ്പരം ഒരു കരുതലും സ്നേഹവും നമ്മുടെ കുടുംബത്തിലുണ്ടാകും. സ്വന്തം കാര്യം നോക്കിയാൽ പോരാ. ഞാൻ മഹാഭാരതത്തില് ഒരു കഥാപാത്രമുണ്ട്, ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ഗാന്ധാരി, അല്ലേ? അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവൻ കണ്ണുപൊട്ടനാണെന്ന്. ഇവിടെ കളഞ്ഞു പോയത്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പെണ്ണ് എഞ്ചിനീയറിംഗ് പാസ്സായെന്ന് പറഞ്ഞാൽ കിട്ടിയത്, പക്ഷെ ഒരു പേപ്പർ കിട്ടാറുണ്ട്, കൊണ്ട് വീട്ടിൽ വിടും. കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 100 പവനെന്ന് പറഞ്ഞില്ലാതെ 90 പവനേ ഉള്ളൂ, പറഞ്ഞ് വീട്ടിൽ വിടും. ഇതാണ് ഇന്നത്തെ സംസ്കാരമെങ്കിൽ ഈ ഗാന്ധാരി അറിഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കണ്ണുകൊണ്ടെന്നാണ് അറിയുന്നത്. ഇവിടെ നിന്ന് തീരുമാനമെടുത്ത് എന്റെ ഭർത്താവ് കാണാത്ത കാഴ്ചകളൊന്നും എനിക്ക് കാണണ്ട, എന്റെ ഭർത്താവ് കാണാത്ത ഒരു കാഴ്ച എനിക്ക് കാണണ്ട, എന്റെ ഭർത്താവിന് കാഴ്ചയില്ലെങ്കിൽ എനിക്ക് കാഴ്ച വേണ്ട. അവിടെ നിന്ന് തൊട്ട് ഒരു തോക്ക് വാങ്ങിച്ച് കണ്ണൻ മുറുക്കി കിട്ടി. ജീവിതകാലം മുഴുവനും ഈ കാഴ്ചയുള്ള സ്ത്രീ അന്ധയായി ജീവിച്ചു എന്ന് പുരാണങ്ങളിലെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാരത നാരികളുടെ ഭാവവിശുദ്ധി ഇതാണ്. ഇവിടാണ് ഇന്നത്തെ നമ്മുടെ സ്ത്രീകളുടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പര കരുതലുള്ള കുടുംബങ്ങളാണ്. ഞാൻ ഓർക്കുകയാണ്, പണ്ടൊക്കെ വീടുകളിൽ 8-10 പിള്ളേരുള്ള വീടുകളിൽ കഷ്ടിച്ചരഷ്ടിച്ച് വല്ലതും ഉണ്ടാക്കി എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കഴിച്ച് നീ വല്ലതും കഴിച്ചോടി എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, നിങ്ങളൊക്കെ കഴിച്ചാൽ കലത്തിൻ്റെ അകത്തുണ്ട്. കലത്തിൻ്റെ അകത്തൊന്നുമില്ല, കാരണം 10 പേർക്കോളം വരുന്നൊന്നും കാണാനില്ല. ഒരു 4 പേരുള്ള ചോറ് ഈ ഭർത്താവ് ബാക്കി വെച്ചേക്കും. എന്താ നിങ്ങൾ കഴിക്കാഞ്ഞത്? എനിക്കിങ്ങനെ നിറഞ്ഞു.
ഈ ആനവയത്തിന്റെ പകുതി പോലും പറഞ്ഞില്ല. അവനറിയാം കലത്തിന്റെ അകത്ത് ചോറില്ല എന്ന്. ഇവിടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു കരുതലുള്ള കുടുംബത്തിൽ നിന്നാണ് ഇന്ന് സ്വന്തം കാര്യം, സ്വന്തം സാമ്രാജ്യം, സ്വന്തം രാജ്യം. പ്രിയപ്പെട്ടവരെ, കരുതലുള്ള കുടുംബങ്ങളായിട്ട് മാറണം. പരസ്പര കരുതല്, എൻ്റെ ഭാര്യയെ കുറിച്ചൊരു കരുതല്, എൻ്റെ ഭർത്താവിനെ കുറിച്ചൊരു കരുതല്, എൻ്റെ മക്കളെ കുറിച്ചൊരു കരുതല്, കരുതലുള്ള കുടുംബമായിട്ട് മാറണം. മൂന്നാമതായിട്ട് നമ്മുടെ രക്ഷകർത്താക്കള് ഭാര്യ ഭർത്താവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ നിങ്ങൾ ചെയ്ത് കാണിക്കണം. നിങ്ങൾ ചെയ്യാത്തതൊന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ആവശ്യപ്പെടരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം, ഒരു അച്ചടക്കം ഉണ്ടാകണം. ഇന്ന് അവധിയാണ്, ഇന്ന് അമ്മയും മക്കളും കൂടെ കിടന്ന് ഉറക്കമൊന്നുമില്ല. ഇങ്ങനെ കിടന്ന് ഉറങ്ങരുത്. നമുക്കൊരു ഡിസിപ്ലിൻ, രാവിലെ തോണിക്ക് എഴുന്നേക്കണം, എപ്പോഴും ഉറങ്ങണം. നമ്മുടെ പിള്ളേർക്ക് രാത്രി ഉറക്കമില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഉറക്കമില്ലെന്നാണ്. കാരണം ഡിസിപ്ലിൻ ഇല്ല നമ്മുടെ കുടുംബങ്ങളിൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കണം. നമ്മുടെ കുടുംബങ്ങളിലാണ് അത്ഭുതങ്ങൾ ആരംഭിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിട്ട് മാറണം. ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമില്ലാത്തത് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ നോയമ്പിന്റെ തുടക്ക ദിവസം, ഈ നോയമ്പ് ആരംഭിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധമായ നോയമ്പിലേക്ക് പ്രവേശിക്കാം. ഇനിയുള്ള 50 ദിവസം നമ്മുടെ കുടുംബങ്ങളെ ക്യൂപ്പെ പോലെ ഒതുങ്ങി ആത്മീയതയിൽ ഇതിന്റെ ഉള്ളിൽ ജീവിക്കാൻ. ആ 50 ദിവസം കഴിയുമ്പോൾ ചിറക് അടിച്ചുയരത്തക്കവണ്ണമുള്ള ബട്ടർഫ്ലൈ ആയിട്ട് തീരാൻ ഈ നോയമ്പുകാരൻ നമുക്കിടയാകണം. കുടുംബങ്ങളിലെ അത്ഭുതങ്ങൾ നടക്കണം. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാകണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഷാജി കയറിക്കഴിഞ്ഞു, കുടുംബങ്ങളെ തകർത്തു കഴിഞ്ഞു, കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇത് നാളെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാം. അത് സംഭവിക്കാതിരിക്കാൻ ഒരുമിച്ച് തമ്പുരാനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി നമുക്ക് തീരാം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ